ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ഹഞ്ചാസ് വേൾഡ്. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ മിനി വ്ളോഗായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഹൻസു ബേബീൻ്റെ ബർത്ത്ഡേ ആണ്, അവൾക്ക് 7th ആവാനായി. അപ്പം അതിൻ്റെ ഒരു ഷോപ്പിംഗ് വ്ളോഗ്, ചെറിയൊരു മിനി ഷോപ്പിംഗ് വ്ളോഗിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിനും പിന്നെ കുറച്ച് ഹൻസുവിൻ്റെ കൂടെ ഫുഡൊക്കെ കഴിച്ചൊന്ന് ചില്ല് ചെയ്യാന്നുള്ളതിലാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ്. എനിക്കും ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്ടമാണ്, ഞങ്ങളെ ഈ ഫേവറേറ്റാണ്. കാരണം ഇപ്പോൾ പൊതുവേ ഞങ്ങൾ വീട്ടിൽ മോമോസ് ഉണ്ടാക്കും എൻ്റെ ഇത്ത. അപ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമില്ല, എനിക്ക് പൊതുവേ എനിക്കും ഹൻസും വല്ലാതെ ഇഷ്ടമല്ല. പക്ഷേ ഞങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണ് ടൗണിൽ പോയ സമയത്ത് മോമോസ്. പക്ഷെ ഭയങ്കര ടേസ്റ്റായി, നല്ല ഇഷ്ടമായി. ഞങ്ങളിപ്പോൾ റീസെൻ്റ് ഫേവറേറ്റ് എപ്പോഴും കഴിക്കുന്നൊരു സാധനമാണ് ഈ മോമോസ്. ഇടയ്ക്ക് ഞങ്ങളിപ്പോൾ കഴിക്കും. ഇത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫാനായിട്ട് മാറിയിട്ട് ഗൈസ്. അതാണിപ്പോൾ ഞങ്ങൾ ഈ ഫേസിൽ വരുന്ന ഒരു എക്സ്പ്രഷനും. അൻസുദ ഡാൻസൊക്കെ കളിക്കാൻ ആൾ ടേസ്റ്റ് കൊണ്ട് ഹാപ്പി ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോയി. ഞങ്ങൾക്ക് ഈദിൻ്റെ ഡ്രസ്സും വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അതെന്തായാലും ഞങ്ങൾ കാണിക്കാം. ബർത്ത്ഡേ ഷൂട്ടിൻ്റെ അന്ന് ഞങ്ങൾ എന്തായാലും കാണിക്കും. ഇപ്പോൾ നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എടുത്തു, നല്ല അടിപൊളിയായിട്ട് എടുത്തു. പിന്നെ എന്താ, ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അന്ന്. ഡ്രസ്സും പിന്നെ നമുക്ക് ഹണീൻ്റെ ഹെയർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഹണീൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഷ്ടമുടി ഫോക്കസ് മാളിലുള്ള, കോഴിക്കോട് ഫോക്കസ് മാളിലെ അഷ്ടമുടിയിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അഷ്ടമുടിയിലേക്ക് ഹൻസുവിൻ്റെ ഹെയർ കട്ടിങ്ങിന് വന്നതാണ്. കാരണം ഇതിന് മുന്നേ അവൾ കട്ട് ചെയ്ത സമയത്ത് ചെറുതാക്കിയിരുന്നു. അപ്പം സ്കൂളിലേക്ക് നോർമൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല പോണ ശരിക്കും കരയുണ്ടോ, കരച്ചിലാണ് ഗൈസ്. ഹൻസുവിൻ്റെ ഹെയർ കട്ട് ചെയ്യണ്ടെന്ന് ഹൻസു പറയുന്നത്. മഴയൊക്കെ കൊണ്ടാകെ ശിങ്കു വയ്ക്കും. ഇത് നോർമലാക്കി ഒരുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇത് സ്ട്രോബെറി കട്ടാണ്. അതുകൊണ്ട് സ്ട്രോബെറി കട്ട് നമ്മൾ നോർമൽ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു ഗൈസ്. ഹൻസുൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൾക്ക് നല്ല ടെൻഷനുണ്ട്, അതേപോലെ ഹാപ്പിയും ഉണ്ട് കേട്ടോ. കാരണം ന്യൂ ഹണി ബേബിനെ കാണണം എന്നുള്ളൊരു ഹാപ്പിനെസ്സും എൻ്റെ പോയ മുടിയല്ലോ എന്ന് പറഞ്ഞുള്ള സങ്കടവും ഹൻസുവിനുണ്ട്. അപ്പോൾ ഹൻസു അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി. നല്ല രസമുണ്ടല്ലോ, ഞാൻ ഡോളിനെ പോലെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. എന്തായാലും മൂപ്പത്തി ഹാപ്പിയാണ്. പിന്നെ എനിക്ക് പെഡിക്യൂറും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, കാരണം ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പെഡിക്യൂർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഹൻസുവിൻ്റെ ഹെയർ കട്ടിങ് കഴിഞ്ഞു, എൻ്റെ പെഡിക്യൂറും കഴിഞ്ഞു. ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഞാൻ മന്ത്ലി ചെയ്യാറുണ്ട്. മന്ത്ലി എൻ്റെ സ്കിന്ന് ഞാൻ മാക്സിമം എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ പാമ്പറിങ് ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നായാലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോംബെ ഹോട്ടലിലേക്കാണ് പോയത്. കാരണം എനിക്ക് ബിരിയാണി ടൈപ്സ് തന്നെ കിട്ടണം, എന്നാലും എൻ്റെ വയറൊന്നും അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബോംബെ ഹോട്ടലിൽ പോയതിൻ്റെ കാരണം, എൻ്റെ വാപ്പ പണ്ട് മുതലേ ബോംബെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണ ഒരാളാണ്. എവിടെയായാലും ബോംബെ ഹോട്ടലിൽ പോയാൽ മൂപ്പര് ഹാപ്പിയാണ്. സോ അതിന് മെമ്മറീസ് ഒന്ന് പുതുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ എവ്രി വൺ അഗെയിൻ ഹായ്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, ബർത്ത്ഡേ ഷൂട്ട് ഉണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഈ ഫാൻസി ടൈപ്സ് അങ്ങനത്തെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങണം. ഓർണമെൻറ്റ്സ് ഒരുപാടൊന്നുമില്ല, ഹൻസുവിനൊരു ചെയിൻ, നല്ല ഭംഗിയുള്ളൊരു ചെയിൻ വാങ്ങണം. പിന്നെന്താ ഷൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഷൂട്ട് അന്ന് തന്നെ ആയിരുന്നു. നമുക്ക് ഷൂട്ടും ചെയ്യാനുണ്ടായിരുന്നു, ബർത്ത്ഡേ ഷൂട്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് കൂടെ ഹൻസുവിൻ്റെ കൂടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്യാന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഹഗ്മഗിൽ അതേപോലെ പിസ്സ ഹട്ടിലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചു. ഹൻസുവിന് പൊതുവേ കഫേസ് ഫുഡാണ് കൂടുതൽ ഇഷ്ടം. എനിക്കാണെങ്കിൽ ചോറ് കറി നല്ലോണം കിട്ടണം. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആ കാര്യത്തിൽ ഡിഫറൻസാണ്. കേക്കിൻ്റെ ആളാണ്, എവിടെ പോയാലും കേക്ക് മസ്റ്റാണ് കേട്ടോ ഹൻസുവിന്. അത് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കഴിച്ചു, പിസ്സ കഴിച്ചു, ഫ്രഞ്ച് ഫ്രൈ ഒക്കെ കഴിച്ചു, പാസ്ത കഴിച്ചു.
ഒരുപാട് ഹാപ്പിയായി. അൻസുവിന് ഇടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകണം, കാരണം എനിക്കും അത് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് എപ്പോഴും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അൻസു അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഷൂട്ടൊക്കെ ചെയ്യാണ്. ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് റിവീൽ ചെയ്യുന്നില്ല, എന്തായാലും ഷൂട്ട് ഉണ്ടാവും. അന്ന് ഇൻഷാ അള്ളാ ഞങ്ങൾ റിവീൽ ചെയ്യും. ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഷൂട്ടൊക്കെ എടുത്തു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.